और 4 जून जैसा आपने कहा, जिस दिन चुनाव का नतीजा आएगा, आप उस हफ्ते भर में देखना कि यानी भारत का स्टॉक मार्केट के लिए उसके सारे जो उनके प्रोग्रामिंग के जो प्रोग्रामिंग वाले सारे उनके थक जाएंगे। तो 6 जून के पहले आप बाय कर लेना, 4 जून के पहले वो शूटअप करेगा। കേട്ടല്ലോ മോദിയും അമിത്ഷായും പറഞ്ഞത്. 2024 ജൂൺ 4-ന് ശേഷം ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് കുത്തനെ ഉയരുമെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് നേരെ മറിച്ചാണ്. ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തകർച്ചയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മോദിക്ക് 3ാം ടേം കൊടുത്തതിന്റെ സത്ഫലങ്ങൾ ഇന്ത്യക്കാർ മുഴുവനും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ സാമ്പത്തിക രംഗം തകർന്നടിയുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത അത്ര വലിയ തകർച്ചയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഫോട്ടോഷൂട്ടും റീലുണ്ടാക്കലുമായി മുൻപോട്ട് പോവുകയാണ്. അതുപോലെ മോദിയുടെ ബിസ്ക്കറ്റ് തിന്നുന്ന നാണം കെട്ട ഗോദി മീഡിയകൾ ഇതൊന്നും അറിയാതെ രോഹിത് ശർമ്മയുടെ ഫിറ്റ്നസിനെ കുറിച്ച് ഷമാ മുഹമ്മദ് പറഞ്ഞതിനെ കുറിച്ചാണ് നൂറുകണക്കിന് പ്രൈം ടൈം ചർച്ചകൾ നടത്തുന്നത്. വിവേകമില്ലാത്ത ആളുകളെ രാജ്യത്തിന്റെ ഭരണം ഏൽപ്പിച്ചാൽ ആ രാജ്യത്തിന്റെ ഗതി അധോഗതിയാകും എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് സ്റ്റോക്ക് മാർക്കറ്റ് തകർച്ച കാണിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിക്ഷേപകർക്ക് 1 രൂപയുടെ ലാഭം പോലും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 6 മാസത്തിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായ തകർച്ച ഇന്ത്യയിലെ നിക്ഷേപകരുടെ ഏകദേശം 96 ലക്ഷം കോടി രൂപയാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ഇപ്പോൾ തുടർച്ചയായി ഉണ്ടായിരിക്കുന്ന ഇത്രയും ദിവസങ്ങളിലെ ഇടിവ് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടായതാണ്. CNBC ന്യൂസ് 18 ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രാവശ്യത്തെ ഇത്രയും നീണ്ട നഷ്ടമുണ്ടായ ട്രേഡിംഗ് ദിനങ്ങൾ ഇന്ത്യ ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് എന്നാണ്. റോയിറ്റേഴ്സിന്റെ ഫെബ്രുവരി 28 ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ 29 വർഷത്തെ ഏറ്റവും മോശമായ തകർച്ചയാണ് ഈ 28-ാം തീയതി വരെയുള്ള ദിനങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ്. $1 ട്രില്യൺ സമ്പത്താണ് ആവിയായി പോയത്. ഇന്ത്യയുടെ GDPയുടെ 4/1 തുകയ്ക്ക് തുല്യമാണ് ഈ ചുരുങ്ങിയ ദിനങ്ങൾക്കുള്ളിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നഷ്ടമായ തുക. അത് 28-ാം തീയതി വരെയുള്ള കണക്കാണ്. പിന്നീട് മാർച്ച് 3-ാം തീയതിയും 4-ാം തീയതിയും ഉണ്ടായ തകർച്ച കൂടി കണക്കാക്കുമ്പോൾ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും നീണ്ടുനിന്ന നഷ്ടം വരുത്തിയ തകർച്ചയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. ഇത് ലോകമെങ്ങും ഉണ്ടായ പ്രതിഭാസമല്ല. 2025 മാത്രം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായ നഷ്ടം 7%-ലധികമാണ്. അതേസമയം ഹോങ്കോങ് സ്റ്റോക്ക് മാർക്കറ്റ് ഏകദേശം 15% ഉയരുകയാണ് 2025 ഉണ്ടായത്. അതുപോലെ 2025 മാത്രം ജർമ്മൻ സ്റ്റോക്ക് മാർക്കറ്റിൽ 12%-ലധികവും സൗത്ത് കൊറിയൻ സ്റ്റോക്ക് മാർക്കറ്റിൽ 9%-ലധികവും UK-യുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏകദേശം 4.35%, അമേരിക്കയിലെ ഡൗ ജോൺസ് 2.08%, S&P 500 1.29% വളർച്ചയുണ്ടായ സ്ഥാനത്താണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ 7%-ലധികം ഇടിവുണ്ടായിരിക്കുന്നത്. ഇവിടെ എക്കോണമിക് ടൈംസിൽ പറഞ്ഞിരിക്കുന്നത് ഈ തകർച്ചയ്ക്ക് ഒരു അവസാനവും സമീപഭാവിയിൽ കാണുന്നില്ല എന്നാണ്. നരേന്ദ്രമോദി 2024 ഇലക്ഷൻ സമയത്ത് പറഞ്ഞത് എല്ലാ ഇന്ത്യക്കാരും കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറാകണം, ജൂൺ 4-ന് ശേഷം മുൻപുള്ള എല്ലാ റെക്കോർഡുകളും തകർത്ത് സ്റ്റോക്ക് മാർക്കറ്റ് മുന്നേറും എന്നാണ്. മോദിയുടെ ഈ ഉപദേശം കേട്ടവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഊഹിച്ചു നോക്കിക്കൊള്ളൂ. എല്ലാ രംഗത്തും സാമ്പത്തിക മാന്ദ്യം വളരെ വ്യക്തമാണ്. സെറ എന്ന ലക്ഷറി ബ്രാൻഡ് അവരുടെ മുംബൈയിലെ ഫ്ലാഗ്ഷിപ്പ് സ്റ്റോർ അടച്ചു പൂട്ടിയിരിക്കുകയാണ്. അതിൽ നിന്ന് വ്യക്തമാകുന്നത് വലിയ പണക്കാർക്ക് പോലും കൈവിട്ട് ചെലവാക്കാനുള്ള പണം ഇല്ലാതായിരിക്കുന്നു എന്നാണ്. ഇവിടെ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് ചീപ്പായ ഫർണിച്ചർ വിൽക്കുന്ന ഐക്കിയയുടെ നഷ്ടം കുത്തനെ ഉയർന്നിരിക്കുകയാണ്. അവരുടെ വിൽപ്പന കഴിഞ്ഞ 6 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നാണ്. അപ്പോൾ പണക്കാർ പാവങ്ങൾ എന്ന വ്യത്യാസമില്ലാതെ ഇന്ത്യയിലെ എല്ലാവരും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ വലിയ പണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില ലക്ഷറി പർച്ചേസുകൾ ഒഴിവാക്കേണ്ടി വരും എന്നുള്ളത് മാത്രമേയുള്ളൂ. എന്നാൽ സാധാരണക്കാരന്റെ കാര്യം അങ്ങനെയല്ല. എല്ലാ രംഗങ്ങളിലും ഡിമാൻഡ് കുത്തനെ തകർന്നിരിക്കുകയാണ്. 2024 ഫെബ്രുവരിയെ അപേക്ഷിച്ച് വാഹനങ്ങളുടെ വിൽപ്പനയിൽ 17%-ലധികം ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. 2 വീലർ ഉൾപ്പെടെയുള്ള എല്ലാ വാഹനങ്ങളുടെയും വിൽപ്പനയിൽ ഈ ഇടിവ് ദൃശ്യമാണ്. ബ്രിട്ടാനിയ കമ്പനി പറഞ്ഞത് ബിസ്ക്കറ്റുകളുടെ വിൽപ്പനയിൽ വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ്. അതായത് നിത്യോപയോഗ സാധനങ്ങളുടെ വിൽപ്പനയിലും വലിയ കുറവുണ്ടായിരിക്കുന്നു എന്ന അർത്ഥം.
ആളുകൾക്ക് വിശപ്പടക്കാനുള്ള ഭക്ഷണം വാങ്ങിക്കാൻ പോലും ഗതിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് നോൺ ബയോളജിക്കൽ ദൈവത്തിന്റെ കീഴിൽ ഇന്ത്യ. സെൻസെക്സിലെ ഇപ്പോഴത്തെ ഇടിവിനെ തുടർന്ന് കോവിഡ് കാലത്തേതിലും താഴ്ന്ന PE റേഷ്യോയിലാണ് ഇന്ത്യൻ സ്റ്റോക്കുകൾ. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളെല്ലാം ഇന്ത്യൻ വിപണിയിൽ നിന്ന് പിൻവാങ്ങുകയാണ്. ഇവിടെ നിന്ന് പിൻവലിച്ച പണം അവർ ചൈനയിലെയും ജപ്പാനിലെയും മറ്റ് വിദേശ രാജ്യങ്ങളിലെയും സ്റ്റോക്ക് മാർക്കറ്റുകളിലേക്ക് ഒഴുക്കുന്നതിനാലാണ് അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റുകൾ ഉയരുന്നത്. എന്നാൽ ഇതൊന്നും ധനമന്ത്രി നിർമ്മല സീതാരാമനോ നോൺ ബയോളജിക്കൽ ദൈവം മോദിക്കോ യാതൊരു പ്രശ്നവുമല്ല. ഇവിടെ നിർമ്മല സീതാരാമൻ പറയുന്നത് കേട്ടുകൊള്ളൂ. FIIs also go out when they're able to in a position to book profits. Indian market today, Indian economy today has an environment in which investments are also yielding good returns and profit booking is also happening. ഇവിടെ അവർ പറയുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പിൻവാങ്ങുന്നതിന് കാരണം ഇവിടെ വലിയ ലാഭം ലഭിച്ചത് അവർ വാങ്ങി പോക്കറ്റിലിട്ട് കൊണ്ടുപോകുന്നതിനാലാണ് എന്നാണ്. ഇവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റ് വലിയ ലാഭമാണത്രേ നൽകുന്നത്, അതിനാൽ അവർ ആ ലാഭവും മേടിച്ച് പോവുകയാണ് എന്ന്. ഇങ്ങനെയുള്ള ആളുകൾ ധനമന്ത്രിയായിരിക്കുന്ന രാജ്യത്തിന് ഇങ്ങനെയുള്ള അവസ്ഥ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇവിടെ അവർ പറയുന്നത് കേട്ടുകൊള്ളൂ. I'm not bothered, I'm not worried, but it is worth mentioning for this House's consideration. He says, I do not expect Finance Minister to be like Dr. Manmohan Singh. Certainly, I also don't want to be like Dr. Manmohan Singh. തനിക്ക് ഈ കാര്യത്തിൽ ഒരു കൂസലുമില്ല, അവർ മൻമോഹൻ സിംഗിനെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. ഇത് കേട്ട് അവിടെ ഇരിക്കുന്ന തലയ്ക്ക് വെളിവില്ലാത്ത BJP MPമാരും മന്ത്രിമാരും ആർത്തട്ടഹസിച്ച് ചിരിക്കുകയാണ്. നിങ്ങൾ 100 ജന്മം ജനിച്ചാലും മൻമോഹൻ സിംഗിന്റെ ഒരു രോമത്തിന്റെ അത്രയും വില നിങ്ങൾക്കുണ്ടാവില്ല. വെറും 2 രൂപ കൂലികളുടെ അതേ വിവേകമാണ് ഈ BJPയുടെ മന്ത്രിമാർക്കും MPമാർക്കും ഉള്ളതെന്ന് വ്യക്തമാക്കുന്നതാണ് ഇവരുടെ ഈ വർത്തമാനവും ചിരിയും എല്ലാം. ഇവിടെ മോദിയും ഷായും പറയുന്നത് ഒന്നുകൂടി കേട്ടുകൊള്ളൂ. और 4 जून जैसा आपने कहा, जिस दिन चुनाव का नतीजा आएगा, आप उस हफ्ते भर में देखना कि यानी भारत का स्टॉक मार्केट के लिए उसके सारे जो उनके प्रोग्रामिंग के जो प्रोग्रामिंग वाले सारे उनके थक जाएंगे. तो 6 जून के पहले आप बाय कर लेना, 4 जून के पहले वो शूट अप करेगा. 2024 ജൂൺ 4 ശേഷം ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് കുത്തനെ ഉയരാൻ പോവുകയാണ്. മോദി തന്റെ റിസ്ക് അപ്പറ്റൈറ്റ് ഇതുവരെ പൂർണ്ണമായി ഉപയോഗിച്ചിട്ടില്ല എന്ന്. वो शूट अप करेगा. ഇവിടെ അമിത്ഷാ സ്റ്റോക്ക് മാർക്കറ്റ് ഷൂട്ടപ്പ് ചെയ്യും എന്ന് പറയുന്നത് കേട്ടാൽ കൊച്ചു കുഞ്ഞു പോലും നാണിച്ചു പോകും. ഷൂട്ടപ്പ് എന്ന് വ്യക്തമായി പോലും പറയാൻ അറിവില്ലാത്തവരെയാണ് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ആക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദയനീയാവസ്ഥ ഓർക്കണം. ഇന്ത്യയെ മാനുഫാക്ചറിംഗിന്റെ ഹബ്ബാക്കും എന്നാണ് മോദിയുടെ വീരവാദം. എന്നാൽ മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റി 14 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് ഫെബ്രുവരിയിൽ. മോദിയുടെ കീഴിൽ മാനുഫാക്ചറിംഗ് രംഗം കുത്തനെ ഇടിയുകയായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും ഇടിഞ്ഞ് തകർന്ന് തരിപ്പണമായ നിലയിലാണ്. എന്തുകൊണ്ടാണ് മാനുഫാക്ചറിംഗ് ഇടിയാൻ കാരണം? ഡിമാൻഡ് ഇല്ല എന്ന ഒറ്റ കാരണമാണ്. വാങ്ങാൻ ആളില്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ചിട്ട് എന്താണ് കാര്യം? 2025 മാത്രം $520 ബില്യൺ ഇടിവാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ GDPയുടെ ഏതാണ്ട് 15% വരുന്ന തുകയാണ് ഈ 2 മാസം കൊണ്ട് മാത്രമായി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ആവിയായി പോയത്. ഈ നഷ്ടപ്പെട്ട തുക ബംഗ്ലാദേശിന്റെയും പാകിസ്ഥാന്റെയും GDPയേക്കാൾ കൂടുതലാണ്. ബിസിനസ് ടുഡേയുടെ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് അന്തർദേശീയ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്ത്യൻ സ്റ്റോക്കുകൾ അണ്ടർ വെയ്റ്റ്, അതായത് ഇനിയും ഈ സ്റ്റോക്കുകളുടെ പ്രകടനം മോശമാകും എന്നാണ് പറയുന്നത്. ഈ അന്താരാഷ്ട്ര നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങി ജപ്പാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലാണ് നിക്ഷേപിക്കുന്നത്. ഈ വാർത്ത റെക്കോർഡ് ചെയ്യുമ്പോൾ BSE സെൻസെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 73,000-ൽ താഴെയാണ്. സെൻസെക്സ് ഇപ്പോൾ ഏകദേശം 2024 ജനുവരിയിലെ നിലവാരത്തിനടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ CA-കാരനാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു പൈസയുടെ പോലും വിവരമില്ലാത്ത ഒരു സംഘി 2023 ഡിസംബർ 2 ചെയ്തതാണ് ഈ ട്വീറ്റ്. BJP 2024 പാർലമെന്റ് ഇലക്ഷൻ വിജയിക്കുകയാണെങ്കിൽ സെൻസെക്സ് 1 ലക്ഷം കടക്കുമെന്ന്. എന്നാൽ ഇപ്പോൾ ഈ സംഖ്യയ്ക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഇവിടെ വിവരം കെട്ട ധനമന്ത്രി
വീണ്ടും പറയുന്നത് കേട്ടുകൊള്ളൂ. And FPIs may come and go, but today Indian retail investors have proven that even if they come and go, any shock that may come is now taken care of because of the shock absorbing capacity the Indian retailer has brought into Indian market. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വരികയും പോവുകയും ചെയ്യും. എന്നാൽ ഇന്ത്യയിലെ ചെറുകിട നിക്ഷേപകർ തെളിയിച്ചിരിക്കുകയാണ്, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വരികയോ പോവുകയോ ചെയ്താലും അതിൽ നിന്നുണ്ടാകുന്ന എത്ര വലിയ ഷോക്കും താങ്ങാനുള്ള ശേഷി അവർക്കുണ്ട് എന്ന്. ഇത് കേട്ട് ഡെസ്കിലടിച്ച് സന്തോഷിക്കുകയാണ് 2 രൂപയുടെ വിവരം പോലുമില്ലാത്ത സംഘി എംപിമാർ. ഇതുപോലുള്ള വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്ത് ഇന്ത്യ കുതിക്കുകയാണ് എന്നാണ് മന്ദഭക്തർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇങ്ങനെയുള്ള പല മന്ദഭക്തർക്കും തിരിച്ചറിവുണ്ടായിരിക്കുകയാണ്. മോദി 3ാം പ്രാവശ്യം വിജയിച്ചു കഴിഞ്ഞപ്പോൾ വലിയ മോദിഭക്തയായ ഈ സംഘിണി 2024 ജൂൺ 17 ട്വിറ്ററിൽ എഴുതിയത് ഇങ്ങനെയാണ്: ഒരു ഏകാധിപതി മോദിയെയാണ് ഞങ്ങൾക്ക് കാണേണ്ടത് എന്ന്. ഇപ്പോൾ ഇതേ സംഘിണി കരഞ്ഞുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്: തുടർച്ചയായ 6 മാസം സ്റ്റോക്ക് മാർക്കറ്റിൽ ചോരപ്പുഴ ഒഴുകുകയാണ്. നരേന്ദ്രമോദി സാറേ, താങ്കൾ ഇതിൽ ഇടപെടണം. ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഇല്ലാതാക്കുക. ബഡ്ജറ്റിന് ശേഷം നിങ്ങൾ പറഞ്ഞിരുന്നു മിഡിൽ ക്ലാസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വളരെ ശ്രദ്ധയാണ് ഉള്ളതെന്ന്. ഇപ്പോൾ മിഡിൽ ക്ലാസിന്റെ സർവ്വസമ്പത്തും തുടച്ചു നീക്കപ്പെട്ടിരിക്കുകയാണ്. സാറേ, നിങ്ങളുടെ ഒരു തീരുമാനം ഈ എല്ലാ പ്രശ്നവും പരിഹരിക്കും. അല്ലെങ്കിൽ യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല. നിങ്ങളാണ് ഞങ്ങളുടെ ഒരേ ഒരു പ്രതീക്ഷ. അപ്പോൾ കണ്ടല്ലോ, ഈ 2 രൂപ കൂലിക്ക് പോലും അല്പം വിവേകം ഉദിച്ചിരിക്കുകയാണ്. എന്നാലും മോദി ഭക്തി വിടാൻ ഇവർ തയ്യാറായിട്ടില്ല. അവരുടെ വിവേകമില്ലാത്ത ചിന്താഗതി പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരും എന്നാണ്. എന്നാൽ ഇവിടെ ആർക്കും ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ഇല്ല, മറിച്ച് ക്യാപിറ്റൽ ലോസ് ആണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു അവസരത്തിൽ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഇല്ലാതാക്കിയാൽ യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കാനുള്ള മിനിമം വിവരം ഇവർക്കില്ല. അതുപോലെ ഇന്ത്യയുടെ കറൻസിയും വലിയ തകർച്ചയാണ് നേരിടുന്നത്. ഡോളറിനെതിരെയുള്ള രൂപയുടെ മൂല്യം 87.5 രൂപയോളം ആയിരിക്കുകയാണ്. ലോകത്തെ മറ്റൊരു കറൻസിക്കും, പ്രത്യേകിച്ച് ഏഷ്യയിലെ മറ്റൊരു കറൻസിക്കും ഇത്ര വലിയ ഇടിവ് ഉണ്ടായിട്ടില്ല. വരുന്ന ആളുകളിൽ അതും ഇനിയും താഴേക്ക് പോകുമെന്ന് ഉറപ്പാണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തും ഉണ്ടായിരിക്കുന്ന ഈ തകർച്ചയുടെ കാരണം ട്രംപിന്റെ താരിഫുകളല്ല, മറിച്ച് ഇന്ത്യയിലെ സാമ്പത്തിക രംഗത്തിന്റെ അടിത്തറയില്ലായ്മ ഒന്നുകൊണ്ട് മാത്രമാണ്. വിവേകവും കഴിവുമില്ലാത്ത അധികാരക്കൊതി മാത്രം മൂത്തവരെ ഭരണമേൽപ്പിച്ചതിന്റെ ഫലമാണ് ഇത്. ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഈ വാർത്തയിലും പറഞ്ഞിരിക്കുന്നത് അതാണ്. ട്രംപിന്റെ താരിഫുകളല്ല ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ തകർച്ചയ്ക്ക് കാരണം. ഇതിന്റെ അടിസ്ഥാന കാരണം ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. അങ്ങനെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത തകർച്ചയെയാണ് നേരിടുന്നത്. ഉണ്ടായിരുന്ന എല്ലാ അവസരവും മോദിയും BJPയും കാരണം ഇന്ത്യക്ക് പരിപൂർണമായി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും വിഷമമുള്ള കാര്യം, ഇവർക്ക് ഒരിക്കലും വോട്ട് ചെയ്യാത്ത, ഇവരെ ഒരിക്കലും പിന്തുണയ്ക്കാത്ത വിവേകമുള്ള ഇന്ത്യക്കാരുടെ ജീവിതവും വലിയ ദുരിതത്തിലാവും എന്നുള്ളതാണ് അവസ്ഥ. അത് ഇനിയും വളരെ മോശമാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനാൽ എല്ലാവരും മുണ്ടുമുറുക്കിയെടുത്ത് ജീവിക്കാൻ തയ്യാറായിക്കൊള്ളൂ.